ഏതായാലും UDF മന്ത്രിസഭ വന്നതിന് തൊട്ട് പിന്നാലെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് വിവാദങ്ങൾ വരുന്നത്. ഈ UDF മന്ത്രിസഭ വരികയും VD സതീശനെ പോലെ വളരെ വളരെ എനർജറ്റിക്കായ ഒരാളും മുഖ്യമന്ത്രിയെ വരികയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴും നമ്മളെല്ലാം വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം നമ്മൾ മനസ്സിലാക്കിയതാണ്. കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു പ്രത്യേക പ്ലീഡറെ നിയമിച്ചു, സ്പെഷ്യൽ പ്ലീഡറെ നിയമിച്ച വിഷയമാണ്. അതിപ്പോൾ അദ്ദേഹം തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. നമ്മളിന്നിപ്പം എടുക്കുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. മൂന്നും ഈ ശബരിമലയെ ബന്ധപ്പെട്ടുള്ളതാണ്, വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പം മുരാരി ബാബുവിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്, സംസാരിച്ചോളാം. അപ്പം ഈ ശബരിമലയിലെ ഓരോ വിഷയങ്ങളിലും തീരുമാനം എടുക്കുമ്പം വളരെ കരുതലും ജാഗ്രതയും ഭരണാധികാരികൾ എടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നല്ല ഭരണാധികാരി ആയിരുന്നു തുടക്കത്തിൽ. അദ്ദേഹത്തിന് പിണറായി വിജയന് നല്ലൊരു ഭരണാധികാരിയാവാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അദ്ദേഹത്തിന്റെ ചുറ്റും നിന്നവര് അദ്ദേഹത്തെ പറഞ്ഞ് പറ്റിച്ച് ഒരു വഴിക്കാക്കിയതാണ്. അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പിണറായി വിജയൻ ഹാട്രിക് ഭരണം നേടുമെന്നായിരുന്നു. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടീമൊക്കെ അങ്ങനെയായിരുന്നു. ജേക്കബ് തോമസ്, നളിനി നെറ്റോ, അങ്ങനെ ഭയങ്കര കാര്യക്ഷമതയുള്ള ടീമുമായിട്ട് വന്ന് കേരളത്തിൽ വിപ്ലവം കാണിക്കുന്ന ആദ്യത്തെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ കുഴപ്പമൊന്നുമില്ലാതെ പോയതാണ്. അത് മാത്രമല്ല, ഒന്നാം പിണറായി മന്ത്രിസഭയുടെ ഈ രണ്ടാം ഭാഗത്തിൽ തുടങ്ങുന്ന പ്രശ്നങ്ങളാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ തുടക്കം അതിഗംഭീരമായിരുന്നു. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എന്ന് പറഞ്ഞാൽ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലാണ്. അതായത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ജനകീയ നേതാവിനെ മാറ്റി പിണറായി വന്നതിൽ ജനങ്ങൾക്കൊരു കുറ്റവും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഭരണം അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ VD സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 വിഷയങ്ങളായി. ഒന്ന് മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയനെ ബെന്നി ജോസഫ് അല്ലേ അദ്ദേഹത്തെ പിന്നെ സ്റ്റാഫിലെടുത്തു. അതായത് ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, അഴിമതി രഹിതനായിരിക്കും. പക്ഷെ എപ്പോഴും ഒരു ബന്ധുവിനെ എടുക്കുമ്പോൾ നമ്മൾ ഇനി കരുതലോടെ തന്നെ എടുക്കണം, അത് ശ്രദ്ധിക്കണം. അത് തെറ്റി. അത് കഴിഞ്ഞിട്ടാണ് അതിനും വലിയ ഗുരുതരമായ തെറ്റ് ശബരിമല. ഇത് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വേറെ ഏതെങ്കിലും വകുപ്പിൽ വെച്ചെങ്കിൽ കുഴപ്പമില്ല. ഈ വിവാദ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി അടുത്തിരിക്കുന്ന സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകന് ദേവസ്വം ബോർഡിൽ വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ രഹസ്യങ്ങളല്ല അദ്ദേഹത്തിന് കിട്ടാനുള്ള. ഇപ്പൊ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ ഒരു രേഖകളൊക്കെ പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അഡ്വക്കേറ്റ് KB പ്രദീപ് അല്ലേ? അതെ, KB പ്രദീപ് എന്നാണ് പേര്. മന്ത്രി സണ്ണി ജോസഫിന്റെ അളിയൻ ബെന്നി തോമസ് ആണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്. അത് ആദ്യത്തെ വിക്കറ്റ് ആയിരുന്നു. രണ്ടാമത്തെ വിക്കറ്റ് അഡ്വക്കേറ്റ് KB പ്രദീപ് ഞാൻ പറഞ്ഞില്ലേ, ശബരിമല സ്വർണ്ണക്കളയുമായി നേരിട്ട് ബന്ധമുള്ള കമ്പനിയുടെ അഭിഭാഷകനാണ്. ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അഭിഭാഷകനായിട്ട് അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. ആദ്യം ചാനൽ ചർച്ചകളിലും കമ്പനി പ്രതികരിച്ചു വന്നു. അങ്ങനെ ഒരു വ്യക്തിയെ വെക്കുക വഴി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തുടക്കം ഗംഭീരമായിരുന്നെങ്കിൽ VD സതീശന് അത്ര തിളക്കം ഉണ്ടോ എന്നുള്ള സംശയം. മാത്രമല്ല, ഇത് മുഖ്യമന്ത്രിക്കാണ് നിയമവകുപ്പ്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി K മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ് മുഖ്യമന്ത്രിയാണ് നിയമിച്ചത് എനിക്കറിയില്ല. അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂട്ടുത്തരവാദിത്വത്തിന്റെ ഒരു പ്രശ്നം ഉണ്ട്. ഇത് കോൺഗ്രസ്സുകാരുടെ അഭിഭാഷക സംഘടനയുടെ ലോയേഴ്സ് കോൺഗ്രസ് ആയിരിക്കാം, അവരാണ് ഇദ്ദേഹത്തിന്റെ പേര് സജസ്റ്റ് ചെയ്തെന്നും പറയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും പരിശോധന നടത്തി ഇപ്പൊ ഇദ്ദേഹത്തിന് വനംവകുപ്പിൽ നിയമിച്ചാൽ കുഴപ്പമില്ല. ഇത് ദേവസ്വം ബോർഡിൽ തന്നെ നിയമിക്കുന്നതാണ്. അതെ, ഇപ്പൊ ഒരു അഡ്വക്കേറ്റിനെ നമുക്ക് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം സർക്കാരിനുണ്ട്. സർക്കാർ വെച്ചോട്ടെ. ഇപ്പം നിയമവകുപ്പിന്റെ തീരുമാനം വനം വകുപ്പിലോ അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിലോ ഒക്കെ ഈ അഭിഭാഷണം വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഇദ്ദേഹം വാദിക്കുന്ന മുഖ്യ ആളിന്റെ ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൽ തന്നെ ഇദ്ദേഹം വരുമ്പം അത് ദേവസ്വം ബോർഡിൽ സ്വാധീനങ്ങൾക്ക് കാരണവും സ്വാഭാവികമല്ലേ, നമ്മൾ ആരും സംശയിച്ചു പോകില്ല. അപ്പൊ ഇത് എന്താണ് സർക്കാരിൽ സംഭവിച്ചത്? അപ്പൊ മുഖ്യമന്ത്രിയാണ് വെച്ചതെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയാണ് ആരോഗ്യമന്ത്രി, അദ്ദേഹം പറയുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ രാജിവെക്കാൻ ആവശ്യപ്പെടാതെ തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ തന്നെ പലരെയും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. പിന്നെ ഏതോ പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ കയറി ഒരു BJP അനുഭാവിയായിരുന്ന BJP പ്രവർത്തനമായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ട്രാക്ക് റെക്കോർഡ് നോക്കണം. ബിന്ദു കൃഷ്ണയുടെ സ്റ്റാഫിൽ പക്ഷെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ പറ്റിയിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹം KC വേണുഗോപാലിന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു എന്നൊക്കെ. അതൊരു കോൺഗ്രസ് പശ്ചാത്തലം, അതൊരു വ്യക്തിപരമാക്കിയാണ്. അതെ, പിന്നെ കോൺഗ്രസ്സുകാരനെ സാധാരണ ആർക്കും പദവി കിട്ടും, അവനെതിരെ നിരന്തരം ഈ മാധ്യമങ്ങളെ ബന്ധപ്പെടുന്ന രീതി അവർക്കുണ്ട്. സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ ഇതിലും വലിയ വീഴ്ച ഉണ്ടായി. ഈ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ പറയുന്നത് സണ്ണി ജോസഫ് ഒരിക്കലും രാജിവെപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്
അത് പറ്റൂല, രാജിവെപ്പിച്ചേ പറ്റൂ, ഒരു ചെറിയ പിഴവ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാണ് രാജി 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് വന്ന് ഈ ജനങ്ങളാണ് ഇവരെ ജയിപ്പിച്ചത്. അതല്ലാതെ ഈ കോൺഗ്രസ് ഇവിടെ കിടന്ന് അധ്വാനിച്ചിട്ടല്ല ഈ വിജയം കിട്ടിയിരിക്കുന്നത്. അതായത് ഈ പിണറായി വിജയന്റെ സംഘത്തിന്റെ കയ്യിരിപ്പുകൊണ്ടും ജനങ്ങളെ ക്ഷമകെട്ട് എന്നാൽ പിന്നെ യവന്മാരെ എടുത്ത് വെളി കളയാന്ന് വിചാരിച്ചുകൊണ്ടാണ് പ്രധാനം കോൺഗ്രസ് തിരിച്ചു വന്നത്. സണ്ണി ജോസഫിന്റെ അളിയന്റെ കാര്യത്തിൽ കരുതൽ ഉണ്ടാകണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ട് ആണ് ഈ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ ആരാണ്? ഇയാളെ രാജിവെപ്പിച്ചാൽ മാത്രം പോരാ, വി ഡി സതീശൻ എങ്ങനെയാണ് കടന്നുകൂടിയതെന്ന് കണ്ടുപിടിച്ച് ഇതിന് അവസരം ഒരുക്കിയവരെ കൂടെ പാർട്ടിക്കാരനാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഭരണത്തിലുള്ളവരാണെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം, ഇവരെ അടുപ്പിക്കരുത്. ഇനി ഇത് ഓർമ്മയുണ്ടോ, കഴിഞ്ഞ UDF സർക്കാർ ഇരുന്ന കാലത്തൊക്കെ തന്നെ ഈ പീഡന നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി ക്രമക്കേടൊക്കെ അന്ന് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഈ നെയ്യാറ്റിൻകര എവിടെയാണെന്നുണ്ടെങ്കിൽ അത് ഇതൊരു സർക്കാർ വക്കീലിനെ കൈക്കൂലിക്കാശ് പിടികൂടി, വിജിലൻസ് പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ കാശ് കൊടുത്തിട്ടാണ് എനിക്കിത് കിട്ടിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ ഇനി അവതാരങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകില്ല. പക്ഷെ അവതാരങ്ങൾ വന്നു എന്നുള്ളത് സത്യസന്ധമായ വേറൊരു വസ്തുതയാണ്. സത്യമാണ്. മുഖ്യമന്ത്രി ഓരോ ഫംഗ്ഷന് പങ്കെടുക്കാൻ എത്തുന്നതാണ്. അപ്പോൾ ഈ അവതാരങ്ങൾ ചുറ്റും പൊതിഞ്ഞിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അവരവരിങ്ങനെ സൗഹൃദം ഉണ്ടോ നമുക്കറിയില്ല, പക്ഷെ എങ്കിൽ പോലും ഇവരിങ്ങനെ മുഖ്യമന്ത്രി പൊതിഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഞാൻ പറയാൻ കാരണം അന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു അവതാരം, ഈ അവതാരത്തിനെ മാറ്റി നിർത്താനാണ് പറഞ്ഞതെന്ന് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ അവതാരം എന്ന് അന്ന് പറയപ്പെട്ട ഇതേ വ്യക്തി കേക്കുമായിട്ട് വി ഡി സതീശൻ്റെ ജന്മദിനത്തിന് വി ഡി സതീശനെ വീട്ടിൽ പോയി കണ്ട് ഭാര്യയൊത്ത് കേക്ക് മുറിച്ച് പടമെടുത്ത് തിരുവനന്തപുരത്തെ മുഴുവൻ ഗ്രൂപ്പിലും ഇട്ടു. അപ്പോൾ ആളുകളൊക്കെ എൻ്റെ അടുത്തും പലരും ചോദിച്ചു അവതാരം അവിടെയും എത്തിയെന്ന്. അപ്പം ഇത്തരം അവതാരങ്ങൾ കൂടെ നിന്നാൽ ഇത്തരം നിയമനങ്ങളൊക്കെ ഉണ്ടാവും. ഈ തിരുവനന്തപുരത്തുള്ള ഇത്തരം ചില സ്ഥിര അവതാരങ്ങളുണ്ടല്ലോ, ഈ അവതാരങ്ങളെല്ലാം ഇപ്പം ഒപ്പം നിന്ന് പടം എടുക്കുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ശ്രദ്ധിക്കണം. പിണറായി വിജയൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ഈ അവതാരങ്ങൾ നടപ്പിക്കില്ല, അത് സത്യമാണ്. പിന്നീട് രമേശൻ പറഞ്ഞതുപോലെ പിന്നീട് എല്ലാം ചുറ്റും നിന്ന് എല്ലാവരും കൂടെ അദ്ദേഹം കുഴി ചാടി. അവതാരമൊന്നല്ല, സത്യസന്ധർ എന്ന വ്യാജേനയാണ് അവരെല്ലാം കൂടിയത്. അവതാരങ്ങളെ പുള്ളിയോട് അതുവരെ ഉണ്ടായിരുന്ന അവതാരങ്ങളെല്ലാം പുള്ളി സാധാരണ ഈ കോൺഗ്രസ് UDF ഭരിക്കാൻ വരുമ്പോഴാണ് ഈ അവതാരങ്ങൾ മുഴുവൻ അവരുടെ ഫുൾ പവറിൽ വരുന്നത്. കാരണം ഒരു മന്ത്രി വകുപ്പിട്ട് കഴിയുമ്പോൾ പിന്നെ അത് അയാളുടെ കുടുംബസ്വത്താണ്, അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാന്നുള്ള രീതി ഒരു അങ്ങനെ തെറ്റായ ഒരു കീഴ്വഴക്കം. പക്ഷേ അത് നടക്കൂല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ KC വേണുഗോപാൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അദ്ദേഹം ഹൈക്കമാൻഡിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, ഹൈക്കമാൻഡിലെ രണ്ടാമനോ മൂന്നാമനോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം ഇവിടെ ഉണ്ടാവും. കാര്യം തന്നെ മുഖ്യമന്ത്രിയാക്കാൻ അനുവദിക്കാത്ത ഒരു പറ്റ ആളുകൾ, ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ കഥ പറയുന്നത് തന്നെ, ഇപ്പോൾ സണ്ണി ജോസഫിനോട് ഇരിക്കൂറിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ ജയിക്കുമോ എന്ന് ഹൈക്കമാൻഡ് ചോദിച്ചപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൻ്റെ പ്രതിഫലനമാണ് ഉടൻ തന്നെ പുള്ളിക്ക് റവന്യൂ വകുപ്പ് കിട്ടാത്ത വൈദ്യുതി വകുപ്പ്. അളിയന്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഈ അളിയനെ നിലനിർത്താം. കാര്യം ഈ അളിയന് രാഷ്ട്രീയപരമായ എല്ലാ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് അങ്ങനെ അദ്ദേഹത്തിനെ മാറ്റിയത് KCയുടെ കർശന ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ശബരിമല പോലുള്ള കേസുകളിൽ ഈ സർക്കാരിനുണ്ടാകുന്ന ഓരോ ചെറിയ പിഴവുകളും തിരുത്തിയാൽ പോലും അത് ഹൈക്കമാൻഡിൽ നോട്ട് ചെയ്യപ്പെടും. അല്ല, അതാണ് ഈ കാര്യം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ നമ്മൾ കാണുന്ന തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇപ്പം സെക്രട്ടറിൻ്റെ പരിസരത്തൊക്കെ നോക്കുമ്പോൾ അവിടെ എല്ലാം ഈ പഴയ നേരത്തെ പറഞ്ഞ അവതാരങ്ങളും ഈ വലിയ കാറുകളിൽ പറഞ്ഞ മറ്റ് ജില്ലകളിൽ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം നിരന്തരം അങ്ങോട്ട് പ്രവഹിക്കുകയാണ്. അതേപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും വ്യവസായ വകുപ്പ് ഡയറക്ടർ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കാതെ, വ്യവസായ മന്ത്രിയോട് ചോദിക്കാതെ നിയമിച്ചൊരു സംഭവമുണ്ട്. അത് ചീഫ് സെക്രട്ടറിയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴും കുഞ്ഞാലിക്കുട്ടി അടക്കം അതിൽ നിരാശരാണ്. അത്തരം അങ്ങനെയൊന്നും സമ്മതിക്കത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ്, അദ്ദേഹം ഇടപെടുന്നില്ല. അതേ കോൺഗ്രസ് ആയിട്ട് അത് ഇടപെടേണ്ട അവർ ചെയ്തോട്ടെന്ന് വിചാരിക്കുകയല്ല. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാവരും തെറ്റുതിരുത്തുന്ന പ്രക്രിയയിൽ എല്ലാവരും ഉണ്ടാവണം. അടിസ്ഥാനപരമായി എല്ലാവരും ബാധിക്കും. അതെ, എല്ലാവരും കൂടെ ഇടപെട്ട് ഇത്തരം തെറ്റുകൾ ഇനി ഉണ്ടാവാതിരിക്കണം. പ്രത്യേകിച്ച് ശബരിമല വളരെ ഡെലിഗേറ്റ് വിഷയമാണ്. ശബരിമലയാണ് പിണറായി വിജയനെ തോൽപ്പിച്ചതും UDF ഭരണത്തെത്തിക്കാനും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ആ വിഷയത്തിൽ ആദ്യത്തെ തീരുമാനം തന്നെ പാളിയിരിക്കുന്നു. അല്ല, മാത്രമല്ല ഈ മന്ത്രിമാർ തമ്മിൽ കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നുള്ള ധാരണ വന്നില്ല. ദേവസ്വം മന്ത്രി ആ വകുപ്പിൻ്റെ ചുമതലക്കാരൻ ദേവസ്വം മന്ത്രി എനിക്ക് അറിഞ്ഞുകൂടാ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പം ഈ എന്താണ് ടെക്നിക്കലി കറക്റ്റാണ്. കാരണം നിയമവകുപ്പ് ഇരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. പക്ഷേ അദ്ദേഹം ഇതുപോലെ തന്ത്രപ്രധാനമായ ഒരു വകുപ്പിലത്തേക്ക് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ പ്രിഡർ വയ്ക്കുമ്പോൾ ഇയാളുടെ ചരിത്രം അറിഞ്ഞുകൂടാന്ന്. എന്തായാലും പിണറായി വിജയൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് അല്പം അതിവേഗം പത്രസമ്മേളനം നടത്തി. അതിവേഗം പത്രസമ്മേളനം. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതിരുന്ന ആൾ അതിവേഗം ഞാനൊരു പ്രതിപക്ഷ നേതാവ് ആയിക്കഴിഞ്ഞുവെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം തൻ്റെ ആദ്യത്തെ ടാർഗറ്റ് മുരളീധരനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. കാര്യം കോഴിക്കോട്ടെ രോഗം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. ഇപ്പം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരവാദി മുൻ സർക്കാർ തന്നെയാണ്. ഇതൊന്നും തിരുത്തപ്പെടാനുള്ള കാലം ആയിട്ടില്ല.
അതിനു മുമ്പ് തന്നെ മുരളീധരനെ ടാർഗറ്റ് ചെയ്ത് രംഗത്ത് വരുന്നു. മുരളീധരൻ ഒരു വലിയ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അല്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്നലെ അതിൻ്റെ പരിശോധന റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ മന്ത്രി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കളക്ടർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്നൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പലരും ഇടതുപക്ഷത്തിന്റെ ഒരു രീതികൾ പിന്തുടരുന്ന പലരും ഇപ്പോഴും സംവിധാനത്തിലുണ്ട്. അവിടെ ഉണ്ട്. ആ തിരുത്തലുകൾ എടുക്കാൻ ആരോഗ്യ ഡയറക്ടറെ മാറ്റി. അതെ, അപ്പോൾ ആ തിരുത്തലുകൾ വരുത്താൻ കുറച്ച് സമയം എടുക്കും. ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആയിരിക്കും പുള്ളിക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വല്ലാത്തൊരു ഘട്ടത്തിലേക്ക്, അതായത് ഈ മധുവിധുവെല്ലാം തീരെയാണ്. മധുവിധുവെല്ലാം തീർന്ന് ഈ സതീശൻ സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്താനുള്ള സമയം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ. മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, UDF ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 2029 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി. അതെ, മധുവിധ കാലത്ത് വേണം ഏറ്റവും കരുതലുള്ള തീരുമാനങ്ങൾ. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നല്ല പേരുള്ള ആളുകളാണ്. അവരിപ്പോൾ ഈ CPM-നെ ഓടിച്ചതുപോലെ അവർ ഉടനെ തിരിച്ചും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കുക. ഏതായാലും ഇത് രണ്ടാമത്തെ പിഴവാണ് സംഭവിച്ചത്. ഇനിയെങ്കിലും ഇത്തരം നിയമങ്ങൾ നടക്കുമ്പോൾ അത് BD സതീശൻ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് നിങ്ങളെ അധികാരത്തിലേറ്റിയത്. അവരെ നിരാശപ്പെടും.